പച്ചമാങ്ങ ധാരാളം കിട്ടുന്ന ഈ കാലത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാവുന്ന 2 അച്ചാറും വ്യത്യസ്തമായ ഒരു ജ്യൂസുമാണ് തയ്യാറാക്കുന്നത്. ആദ്യം അച്ചാർ തയ്യാറാക്കാനായിട്ട് മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലുള്ള വെള്ളമയം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. ഒരു തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ തുടച്ചെടുക്കുക. നല്ലോണം ഉണങ്ങി കിട്ടിയതിന് ശേഷമാണ് അച്ചാർ ഇടേണ്ടത്. ഇത് അച്ചാർ 2 രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് ഇതുപോലെ ആദ്യം മെത്തപ്പൂളും കോടാലിപ്പൂളും അരിഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, ശകലം കൂടെ വലുതാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. കഷ്ണങ്ങൾ ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ആദ്യം ഉപ്പുമാങ്ങ എങ്ങനെയാണ് കാന്താരിമുളകും കൂടെ ചേർത്ത് ഇടുന്നതെന്നാണ് കാണിക്കുന്നത്. മാങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ ആദ്യം 2 കൈ ഇട്ടിട്ട് എരിവിന് ആവശ്യമുള്ള കാന്താരിമുളക്, ഇതിപ്പം ഉണങ്ങിയ കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. പച്ച എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഞെട്ടെടുത്തിട്ട് അറ്റം കത്തി കൊണ്ടൊന്ന് കീറുക. ഉണങ്ങിയതായതുകൊണ്ട് കൈ കൊണ്ട് മുറിച്ചാൽ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് പിന്നെ മാങ്ങാ കഷ്ണങ്ങളും കാന്താരിമുളകും കൂടെ ഫില്ല് ചെയ്യുക. അതിലേക്ക് ഉപ്പുവെള്ളം, ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 10 ടീസ്പൂൺ കല്ലുപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതുപോലെ കുപ്പിയിൽ നിറയ്ക്കാനായിട്ട്. അടച്ച് വെച്ച് കഴിഞ്ഞ് 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് കഴിച്ച് തുടങ്ങാവുന്നതാണ്, അതിൽ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ. അതുപോലെ തന്നെ എരിവിട്ടതിന് ആദ്യം കീറ്റിയ മാങ്ങാ കഷ്ണത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നന്നായിട്ട് കുലുക്കി ഒരു 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. ആ സമയത്ത് ഇതുപോലെ നല്ലെണ്ണ നന്നായിട്ട് തിളപ്പിച്ച് അത് ഒരു 2 മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തണുപ്പിക്കാൻ വെക്കണം. എണ്ണയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത്ര എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് എണ്ണ എടുത്താലും മതി. പക്ഷെ കേടാവാതിരിക്കാനായിട്ട് ശകല എണ്ണ കൂടുതലെടുക്കുന്നത് നല്ലതാണ്. ഉപ്പ് ഇട്ട മാങ്ങയിൽ വെള്ളം നല്ലോണം വാർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി, ഇത് എരിവുള്ള പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചേർത്താണ് ഇട്ടിരിക്കുന്നത്. ഈ 2 മാങ്ങ തയ്യാറാക്കുന്നതിനാലും ഒരു പ്രത്യേക അളവ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ച്. ചില മാങ്ങയ്ക്ക് പുളിപ്പ് കൂടുതലായിരിക്കും, അപ്പം മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. അങ്ങനെ ഉപ്പും ചേർക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. എണ്ണ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് എണ്ണ മുകളിൽ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എരിവിലിട്ട മാങ്ങയിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു മാസമൊക്കെ നിൽക്കത്തുള്ളൂ. പക്ഷേ കാന്താരിമുളക് ഇട്ട ഉപ്പിലിട്ട അച്ചാർ 1 വർഷം വരെ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ നമുക്കത് കേടുകൂടാതെ ഇരിക്കും. ഇനി അടുത്തത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ പച്ചമാങ്ങ 3 എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞിട്ട് വയ്ക്കുക. അതിൽ ഒരു ചെറുതായിട്ടൊന്ന് ചെനച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ മഞ്ഞ കളറ് വന്നിട്ടുണ്ടെങ്കിലും വളരെ നല്ലതാണ്. പുളിപ്പ് ഇച്ചിരി ഇരുന്നാൽ മതി. ഇത് ആദ്യത്തേത് നല്ല പച്ചയാണ്. രണ്ടാമത്തേത് ഇപ്പോൾ തൊലി എടുക്കുമ്പം അതൊന്ന് ചെറിയൊരു മഞ്ഞ കളറ് 2 മാങ്ങകളിലും ഉണ്ട്. അത് ഒരു കുക്കറിൽ ശകലം വെള്ളം ഒഴിച്ച് അതേ പാത്രത്തിൽ കുക്കറിൻ്റെ അകത്ത് വെച്ച് ഒരു 4 വിസിൽ വേവിച്ചെടുക്കുക. പാത്രത്തിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ആ ഇതിൽ തന്നെ വെന്തോളും മാങ്ങ. അത് പുറത്തെടുത്തിട്ട് അതിൻ്റെ ചതന എല്ലാം ഇതുപോലെ നന്നായിട്ട് എടുക്കുക. അതിൻ്റെ കൊട്ട മാത്രം കളയുക. ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ നമ്മൾ ചുരണ്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൾപ്പ് മുഴുവൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും, നന്നായിട്ട് വെന്തിട്ടുള്ളത് കൊണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ചില മാങ്ങയിൽ നാര് കാണും. അതുകൊണ്ട് ആ നാര് എടുക്കാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക. അതിലെങ്ങാനും കുറച്ച് നാരുണ്ടെങ്കിൽ ജ്യൂസിൽ കിടക്കുകയാണെങ്കിൽ അത് തടയും നാക്കിൽ. അതുകൊണ്ട് ആ നാര് മുഴുവൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ചില മാങ്ങയിൽ ഒത്തിരി നാര് കാണും. ഇതിലിപ്പോൾ ശകലം നാരേ കിട്ടിയിട്ടുള്ളൂ. ഇതുപോലെ കുറച്ച് നാരുണ്ടായിരുന്നു. നാര് മാറ്റിയിട്ട് ആ പൾപ്പ് മുഴുവൻ നന്നായിട്ട് അരിപ്പയിൽ നിന്ന് എടുക്കുക.
അതിലേക്ക് നമുക്കൊരു അരപ്പും കൂടെ ചേർക്കാം. അതിന് വേണ്ടി ഒരു 10-15 പുതിനയുടെ ഇല, അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു പച്ചമുളക്, ഒരു 1/2 കപ്പ് പഞ്ചസാരയൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, ഈ പൾപ്പ് കൊണ്ട് തന്നെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ഈ അരച്ച പേസ്റ്റ് ആ മാങ്ങയുടെ പൾപ്പിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പാത്രത്തിൽ തന്നെ ചേർക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊടികളും കൂടെ ചേർക്കാം നമുക്ക്. ഈ പൊടികൾ ചേർക്കണതിനും പ്രത്യേകിച്ച് അളവില്ല, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വറുത്ത ജീരകപ്പൊടി, ബ്ലാക്ക് സോൾട്ട്, കുരുമുളക് പൊടി, ചാട്ട് മസാല, ശകലം ഉപ്പ്, ഇതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്കിത് ജ്യൂസ് പോലെ തയ്യാറാക്കാം. ഇത് ഫ്രിഡ്ജിൽ നമുക്ക് 1 മാസമൊക്കെ സുഖമായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് ആംക പന്ന എന്നും പറഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡിയാക്കാനായിട്ട് ആ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഈ പൾപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൾപ്പിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. 2 മുതൽ 3 ടീസ്പൂൺ വരെ അവരവരുടെ ടേസ്റ്റിന് അനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് പൾപ്പ് താഴെ ആയതുകൊണ്ട് അത് മിക്സ് ആവത്തില്ല. ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കുമ്പം ആ ജ്യൂസെല്ലാം നല്ലോണം മിക്സായി കിട്ടും. ഇതുപോലെ വളരെ എളുപ്പം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇത് പച്ചമാങ്ങ കൊണ്ടിട്ടുള്ള കുറച്ച് എരിവും മധുരവും പുളിപ്പും ഒക്കെ കൂടെയുള്ള ഒരു ജ്യൂസാണ്. ഈ ചൂടുകാലത്ത് മാങ്ങ കിട്ടുമ്പം നമുക്ക് ഈ ജ്യൂസ് വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പച്ചമാങ്ങ കൊണ്ടിട്ടുള്ള 3 വിഭവങ്ങൾ, 2 അച്ചാറും മാങ്ങ ജ്യൂസും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.